Welcome to Fundamentals of Investment class. Today's topic of discussion is bonds. Bonds are debt in securities issued by the government and public sector organizations. When such securities are issued by corporates in private sector, they are called debentures. So yesterday or in the previous session, we were discussing about what is fixed income securities and what are the features of fixed income securities. So bonds comes under fixed income securities. When the debt securities issued by a government or a public sector organization, such securities are called bond. At the same time, similar financial securities or financial instruments issued by private organizations or private corporations, such instruments are called debentures. So basically these are one and the same. A bond is a long-term contract in which the bondholders lend money to government. In return, the government promises to pay the bond owners a series of interest known as coupon payment until the bond matures. The coupon can be paid annually or semi-annually. At maturity, the bondholder receives a specified principal sum called the face value of the bond. ബോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് ടൈം കോൺട്രാക്റ്റ് ആണ്. അവിടെ ബോണ്ട് ഹോൾഡേഴ്സ് ഗവൺമെൻറ്റിന് ലോണായിട്ടൊരു എമൗണ്ട് നൽകുന്നു. ആ എഗ്രിമെൻ്റ് അനുസരിച്ചിട്ട് ബോണ്ട് ഹോൾഡേഴ്സിന് ഗവൺമെൻറ് ഒരു ഫിക്സഡ് പേയ്മെൻറ്റ് നൽകുന്നു. ആ ഫിക്സഡ് പേയ്മെൻറ്റ് പറയുന്ന പേരാണ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ കൂപ്പൺ പേയ്മെൻറ്റ്. This coupon payment is made annually or semi-annually. And at the time of maturity, the bondholder receives the face value of the bond, which is mentioned in the bond. Face value in a principal amount അല്ലെങ്കിൽ principal sum എന്നും പറയാറുണ്ട്. So this is all about a bond. Next, what is an yield of a bond? The effective return that the investor makes on the bond is called a return or the yield. അപ്പോൾ എന്താണ് ആ നിക്ഷേപകന് ബോണ്ടിൽ നിക്ഷേപിക്കുന്ന ആളിന് കിട്ടുന്ന യഥാർത്ഥ റിട്ടേൺ, അതിനെയാണ് yield എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, assume a bond was issued for a face value of ₹1,000 and a coupon rate of 10% on initiation. ബിഗിനിങ്ങിൽ അല്ലെങ്കിൽ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഫേസ് വാല്യൂ ₹1,000 10% കൂപ്പൺ റേറ്റുമുള്ള ഒരു ബോണ്ടാണ് ഇവിടെ ഉദാഹരണമായിട്ട് പറയുന്നത്. ദ പ്രൈസ് അറ്റ് എ ലേറ്റർ ഡേറ്റ് മേ റൈസ് ഓർ ഫോൾ ആൻഡ് ഹെൻസ് ദ ഇൻവെസ്റ്റർ ഹു ഇൻവെസ്റ്റ് അറ്റ് എ റേറ്റ് അതർ ദാൻ ₹1,000 will still receive a coupon payment of ₹100, that is 10% of ₹1,000. But the effective earning shall be different since the investment amount is not ₹1,000. അതായത് ആ ബോണ്ടിൻ്റെ ഫേസ് വാല്യൂ ₹1,000 ആണ്, കൂപ്പൺ റേറ്റ് 10% ആണ്. പക്ഷേ ഇത് സെക്കൻഡറി മാർക്കറ്റിൽ ട്രേഡ് ചെയ്യപ്പെടുന്ന സമയത്ത് വിലയിൽ വ്യത്യാസങ്ങളുണ്ടാകാം. കറണ്ട് മാർക്കറ്റ് പ്രൈസിൽ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പോൾ 1000-നേക്കാൾ കൂടുതലായിരിക്കും മാർക്കറ്റ് പ്രൈസ്, ചിലപ്പോൾ 1000-നേക്കാൾ കുറവായിരിക്കും. ഇൻ കേസ് ഒരു നിക്ഷേപകൻ സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് ഈ ബോണ്ട് വാങ്ങുന്ന സമയത്ത് അതിന് ₹900 മാത്രമാണ് അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് എങ്കിൽ ₹900 നൽകി ആ ബോണ്ട് പർച്ചേസ് ചെയ്യുന്ന ആ നിക്ഷേപകന് വർഷ അവസാനം ലഭിക്കുന്ന കൂപ്പൺ എമൗണ്ട് അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് എമൗണ്ട് എന്ന് പറയുന്നത് ₹100 തന്നെയായിരിക്കും. അതായത് കൂപ്പൺ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എപ്പോഴും
ഫേസ് വാല്യൂവിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലാതെ പർച്ചേസ് പ്രൈസിനെ ബേസ് ചെയ്തുകൊണ്ടല്ല. അപ്പോൾ ഇവിടെ 900 റുപ്പീസ് നിക്ഷേപിക്കുമ്പോൾ 100 റുപ്പീസ് അതിൽ ഇൻട്രസ്റ്റ് ലഭിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർ ദാൻ 10% ആണ് അതിൽ നിന്ന് ലഭിക്കുന്ന റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് എ yield. The effective return the investor receives is called the yield. If the holding period is considered for a year, this is referred as current yield, and if it is held to maturity, it is referred to as yield to maturity. അപ്പം അങ്ങനെ വാങ്ങുന്ന ബോണ്ട് 1 വർഷം മാത്രമേ കയ്യിൽ വെക്കുന്നുള്ളൂ എങ്കിൽ അതിലൂടെ ലഭിക്കുന്ന റിട്ടേണിന് കറണ്ട് yield എന്ന് പറയും. അതല്ല, അതിൻ്റെ മെച്യൂരിറ്റി പീരീഡ് വരെ ആ നിക്ഷേപകൻ ആ ബോണ്ട് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് yield ഈസ് കോൾഡ് yield to maturity. അപ്പോൾ ഒരു യഥാർത്ഥ നിക്ഷേപകന് ലഭിക്കുന്ന യഥാർത്ഥ റിട്ടേണിനെയാണ് yield എന്ന് പറയുന്നത്. ബോണ്ടിൻ്റെ കാര്യത്തിൽ yield വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. കാര്യം എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ പർച്ചേസ് പ്രൈസ് ഫേസ് വാല്യൂവിനെ അപേക്ഷിച്ച് കൂടുതലാണോ കുറവാണോ എന്നതിനെ ആശ്രയിച്ച് yield വ്യത്യാസപ്പെടും. അപ്പോൾ ബോണ്ട് നിക്ഷേപത്തിലുണ്ടാകുന്ന yield വ്യത്യാസം വരാനുള്ള സാധ്യതയുണ്ട്. നെക്സ്റ്റ് വി വിൽ സീ ഫീച്ചേഴ്സ് ഓഫ് ബോണ്ട്സ്. First feature, bonds provide fixed income to its holders with or without coupon rate. കൂപ്പൺ റേറ്റ് അനുസരിച്ചിട്ടാണ് സാധാരണ ഒരു ഫിക്സഡ് ഇൻകം ബോണ്ട് ഹോൾഡേഴ്സിന് ലഭിക്കുന്നത്. ദ പ്രൈസസ് ഓഫ് ബോണ്ട്സ് ചേഞ്ച് ഇൻവേഴ്സ്ലി വിത്ത് yields. രണ്ടാമത്തെ ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ പ്രൈസും yield-ഉം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ, അതായത് വിപരീത അനുപാതത്തിലായിരിക്കും. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ പ്രൈമറി മാർക്കറ്റ്, അതായത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വാങ്ങുന്ന നിക്ഷേപകന് ലഭിക്കുന്ന yield എന്ന് പറയുന്നത് കൂപ്പൺ റേറ്റ് ആയിരിക്കും. നേരെ മറിച്ചിട്ട് സെക്കൻഡറി മാർക്കറ്റിൽ വില കുറഞ്ഞിരിക്കും, ഫേസ് വാല്യൂവിനേക്കാൾ വില കുറഞ്ഞിരിക്കുന്ന സമയത്ത് പർച്ചേസ് ചെയ്ത ഒരു ബോണ്ട് ഹോൾഡർക്ക് ലഭിക്കുന്ന yield എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ പ്രൈസ് കുറയുന്നത് കൊണ്ടാണ് yield കൂടിയത്. ദാറ്റ് ഈസ് വൈ ദ സെക്കൻഡ് ഫീച്ചർ, പ്രൈസ് ഓഫ് ബോണ്ട്സ് ചേഞ്ച് ഇൻവേഴ്സ്ലി വിത്ത് yields. If new bonds are issued with a higher interest rate than those currently on the market price of existing bonds will decline as demand of those bonds fall. അപ്പോൾ പ്രൈസ് സെക്കൻഡറി മാർക്കറ്റ് കുറയാനുള്ളൊരു റീസൺ ആണ് ഇവിടെ പറഞ്ഞത്. ഇഫ് ന്യൂ ബോണ്ട്സ് ആർ ഇഷ്യൂഡ് അറ്റ് എ ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ദാൻ ദി previously issued bonds, then the previously issued bonds market price will go down. Third feature, the longer is the maturity period of the bond, the greater is the risk and larger is the percentage change in its price relative to interest rate changes. Bonds are actually considered as risk-free investment options. However, there are certain risks associated with bonds also. These types of risks increases if the maturity period is longer. അതാണ് മൂന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത്. Longer the maturity period of the bond, greater is the risk. Fourth is bonds bring in different types of risk to investors. Bonds also have certain types of risk. So these are the features of bonds. Bonds provide fixed income to its holders. The prices of bonds change inversely with the yields. The longer the maturity period of the bond, the greater is the risk. Bonds brings in different types of risk to investors. Next we will see different types of bonds. First type, zero coupon bond. These are bonds issued at discount and repaid at a face value. No periodic interest is paid in such bonds.
The difference between the issue price and the redemption price represents the return to the holder. First type is called zero coupon bond. As the name says, the coupon rate is zero in such type of bonds. ഇവിടെ കൂപ്പൺ റേറ്റ് എന്ന് പറയുന്നത് സീറോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ബോണ്ട് അതിൽ നിന്നും ഇൻട്രസ്റ്റ് എമൗണ്ട് ഓരോ വർഷവും നൽകുന്നതല്ല. പകരം അതിൻ്റെ ഫേസ് വാല്യൂ ഇത് ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് വളരെ ഡിസ്കൗണ്ടിലായിരിക്കും അത് വിൽക്കുന്നത്. അത് കാരണം വളരെ കുറഞ്ഞ പ്രൈസിന് നിക്ഷേപകർക്ക് അത് വാങ്ങാൻ സാധിക്കും. പക്ഷേ അതിൻ്റെ മെച്യൂരിറ്റി പീരീഡിൽ നിക്ഷേപകന് തിരിച്ചു കിട്ടുന്നത് അതിൻ്റെ ഫേസ് വാല്യൂ ആയിരിക്കും, അല്ലാതെ നിക്ഷേപിച്ച എമൗണ്ട് അല്ല. അപ്പോൾ അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നിക്ഷേപകൻ്റെ റിട്ടേൺ ആയിട്ട് ലഭിക്കുക. ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇഷ്യൂ പ്രൈസ് ആൻഡ് ദ റിഡംഷൻ പ്രൈസ്. റിഡംഷൻ പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ദ എമൗണ്ട് റിസീവ്ഡ് ബൈ ദ ഇൻവെസ്റ്റർ. അങ്ങനെ ഇൻവെസ്റ്റർക്ക് ലഭിക്കുന്ന എമൗണ്ടിനെയാണ് റിഡംഷൻ പ്രൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇഷ്യൂ പ്രൈസും റിഡംഷൻ പ്രൈസും തമ്മിലുള്ള വ്യത്യാസമാണ് നിക്ഷേപകൻ്റെ റിട്ടേൺ. രണ്ടാമത്തെ ടൈപ്പ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. എ ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട് ഈസ് എ ബോണ്ട് ദാറ്റ് സെൽസ് അറ്റ് എ സിഗ്നിഫിക്കൻ്റ്ലി ലെസർ വാല്യൂ ദാൻ ഇറ്റ്സ് പാർ വാല്യൂ. അപ്പം സീറോ കൂപ്പൺ ബോണ്ട് പോലെ തന്നെയാണ്, അല്ലെങ്കിൽ അതുപോലത്തെ തന്നെ മറ്റൊരു ടൈപ്പ് ബോണ്ടാണ് ഡീപ്പ് ഡിസ്കൗണ്ട് ബോണ്ട്. ഇവിടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇഷ്യൂഡ് അറ്റ് എ ഹ്യൂജ് ഡിസ്കൗണ്ട് ആൻഡ് ഇറ്റ് ഈസ് ദ മെച്യൂരിറ്റി പീരീഡ് ഈസ് ലോങ്ങർ. These bonds sell at a discount of 20% or more to par. Par means face value. 20% of face value and has a yield that is significantly higher than the prevailing rates of fixed income securities with a similar profile. These are sold with a long maturity period of 25 to 30 years. Example, IDBI bond of rupees 1 lakh repayable after 25 years were sold at a discount price of rupees 2,700. ഇതാണ് ഒരു എക്സാമ്പിൾ. ഫേസ് വാല്യൂ 1 lakh ആൻഡ് മെച്യൂരിറ്റി പീരീഡ് 25 years ഉള്ള IDBI ബോണ്ട് അത് ഇഷ്യൂ ചെയ്തത് 2,700 രൂപയ്ക്കാണ്. ഒരു ബോണ്ടിൻ്റെ ആൾക്കാർക്ക് വിൽറ്റത് 2,700 രൂപയ്ക്കാണ്. അപ്പോൾ 2,700 റുപ്പീസ് ഇന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബോണ്ട് ഹോൾഡർക്ക് 25 വർഷം കഴിയുമ്പോൾ IDBIന്ന് ലഭിക്കുന്നത് 1,00,000 രൂപയായിരിക്കും. അപ്പോൾ 2,700 രൂപ ഒരു വർഷം 25 years കൊണ്ട് 1 lakh ആയി മാറും. അതാണ് അവിടുത്തെ റിട്ടേൺ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ 1 lakh ഫേസ് വാല്യൂ ഉള്ള ബോണ്ട് ഡിസ്കൗണ്ട് ചെയ്ത് 2,700 രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. So second type is deep discount bond. Third type is perpetual bonds. Bonds with no maturity dates are called perpetual bonds. Holders of perpetual bonds enjoy interest throughout. അപ്പോൾ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ കാലാകാലം അത് ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ അല്ലെങ്കിൽ ആരാണോ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്ന ഇഷ്യൂയുടെ കയ്യിൽ തന്നെ ഫേസ് വാല്യൂ നിക്ഷേപമായി നിൽക്കുന്ന തരത്തിലുള്ള ബോണ്ടിനെയാണ്, അല്ലെങ്കിൽ റിഡീമബിൾ അല്ലാത്ത ബോണ്ടിനെയാണ് പെർപെച്വൽ ബോണ്ട്സ് എന്ന് പറയുന്നത്. സോ ത്രൂ ഔട്ട് ദ ലൈഫ് ദ ബോണ്ട് ഹോൾഡർ റിസീവ്സ് ഇൻട്രസ്റ്റ്. Fourth type is floating rate bonds. Floating rates bonds have fluctuating interest rate or coupon rate as per the current market reference rate. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് അല്ലെങ്കിൽ കൂപ്പൺ റേറ്റ് കാലാകാലം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന ബോണ്ടിനെയാണ് ഫ്ലോട്ടിംഗ് റേറ്റ് ബോണ്ട്സ് എന്ന് പറയുന്നത്. ജനറലി ഇൻട്രസ്റ്റ് റേറ്റ് ഫിക്സ്ഡ് ആയിരിക്കും ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം, അതാണ് ബോണ്ടിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. ബട്ട് ദിസ് ടൈപ്പ് ഓഫ് ബോണ്ട്സ് ഹാവിങ്
changing interest rate or changing coupon rate. That is why the fourth type is called floating rate bonds. Next, callable bonds. Bonds that are issued with a specific feature where the issuer has the right to call back the bonds at a pre-agreed price and a pre-fixed date are called callable bonds. അപ്പം അഞ്ചാമത്തെ ടൈപ്പ് കോളബിൾ ബോണ്ട്സ് ആണ്. ഈ ബോണ്ടിനുള്ള പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞിരുന്നാൽ അതിന് മെച്യൂരിറ്റി പീരീഡ് ആകുന്നതിന് മുമ്പ് തന്നെ ഇഷ്യൂവർക്ക് പ്രിൻസിപ്പൽ എമൗണ്ട് അല്ലെങ്കിൽ ഫേസ് വാല്യൂ തിരികെ നൽകിക്കൊണ്ട്, നിക്ഷേപകന് തിരികെ നൽകിക്കൊണ്ട് ബോണ്ട് തിരികെ വാങ്ങാൻ സാധിക്കുന്ന തരത്തിലുള്ള ബോണ്ടിനെയാണ് കോളബിൾ ബോണ്ട് എന്ന് പറയുന്നത്. സിൻസ് ദീസ് ബോണ്ട്സ് അലോ എ ബെനിഫിറ്റ് ടു ദ ഇഷ്യൂവർ to repay off the liability before maturity, these bonds usually offer a coupon rate higher than the normal straight coupon bearing bonds. അങ്ങനെ നിക്ഷേപ കാലാവധിക്ക് മുമ്പ് തന്നെ ബോണ്ട് ഇഷ്യൂവർ ഇത് തിരികെ വാങ്ങുന്നത് കാരണം ഇതിൻ്റെ കൂപ്പൺ റേറ്റ് സാധാരണ ബോണ്ടുകളേക്കാൾ കൂടുതലായിരിക്കും അല്ലെങ്കിൽ ഉയർന്നതായിരിക്കും. Next type is plain vanilla bonds. A plain vanilla bond is a bond without any unusual features. It is one of the simplest forms of bond with a fixed coupon and a defined maturity and is usually issued and redeemed at face value. It is also known as straight bond or a bullet bond. അപ്പോൾ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ പ്രത്യേകിച്ച് ഒരു സ്പെഷ്യാലിറ്റിയും ഇല്ലാതെ ഒരു ബോണ്ടിനുള്ള സാധാരണ ഫീച്ചേഴ്സ് മാത്രമുള്ള ഒരു ബോണ്ടിന് പറയുന്ന പേരാണ് പ്ലെയിൻ വാനില ബോണ്ട്. അതിന് ഫിക്സ്ഡ് ആയിട്ടുള്ളൊരു കൂപ്പൺ റേറ്റ് ആയിരിക്കും, ഡിഫൈൻഡ് ആയിട്ടുള്ളൊരു മെച്യൂരിറ്റി പീരീഡ് ഉണ്ടായിരിക്കും. ആ മെച്യൂരിറ്റി പീരീഡ് കഴിയുമ്പോൾ ഫേസ് വാല്യൂ ആയിരിക്കും റിഡീം ചെയ്ത് നിക്ഷേപകന് ലഭിക്കുക. ആൻഡ് seventh type is convertible bonds. Convertible bonds are a special variety of bonds which have an inbuilt feature of being converted to equity shares at a specified time at a preset conversion price. Convertible bonds means that bonds can be converted after a specified period into ഇക്വിറ്റി ഷെയർസ്. ഇക്വിറ്റി ഷെയർസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ കഴിയുന്ന ബോണ്ടിനെയാണ് കൺവേർട്ടബിൾ ബോണ്ട്സ് എന്ന് പറയുന്നത്. ഇതിന് നേരെ ഓപ്പോസിറ്റാണ് നോൺ കൺവേർട്ടബിൾ ബോണ്ട്സ്. യൂഷ്വൽ ബോണ്ട്സ് എല്ലാം നോൺ കൺവേർട്ടബിൾ ബോണ്ട്സ് ആണ്. ബിക്കോസ് ദാറ്റ് ദോസ് നോൺ കൺവേർട്ടബിൾ ബോണ്ട്സ് കനോട്ട് ബി converted into equity shares. So these are the different types of bonds. First type is zero coupon bond, means the coupon rate is zero. Deep discount bond, here the bonds are issued at a huge discount and it is issued for a long maturity period. Perpetual bond means it won't be redeemed at all, so the investor receives only interest. Floating rate bonds means the coupon rate changes over a period of time. Callable bonds, these are bonds which can be called back by the issuer before the maturity date. Straight bond or simple bonds are called plain vanilla bonds, and bonds that can be converted into equity shares are called convertible bonds. These are the different types of bonds. Hope you understood the topic bonds and its features and different types. Let us conclude. Thank you.